റീസെൻ്റ്ലി ഞാൻ ഫിഗർ ഔട്ട് ചെയ്തൊരു സെൽഫ് ഹീലിംഗ് പില്ലുണ്ട്. എന്താണെന്നറിയാം പില്ല്? അതാണ് സെൽഫ് ലവ്. അതായത് എൻ്റെ ലൈഫിൽ എന്നോട് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരാന്ന് ചോദിച്ചാൽ ഉപ്പ, ഉമ്മ, വീട്ടുകാർ, അല്ലെങ്കിൽ ലവ്ഡ് വൺസ്, ഫ്രണ്ട്സ്, ഇതിവിടെയൊക്കെ പേരാണ് എൻ്റെ മുമ്പിൽ ആദ്യം വരാറ്. ഒരിക്കൽ പോലും, ഞാൻ സത്യം പറയാണ്, ലൈഫിൽ ഒരിക്കൽ പോലും ഞാൻ എൻ്റെ പേര് പറഞ്ഞിട്ടില്ല. ഇറ്റ്സ് ജസ്റ്റ് ബിക്കോസ് എനിക്ക് ആ സെൽഫ് ലവ് ഇല്ല. എനിക്കറിയില്ല എന്നെ ഞാനായിട്ട് ഇഷ്ടപ്പെടാൻ ഈ ലോകത്ത് എനിക്ക് മാത്രമേ പറ്റുന്നു. എൻ്റെ വിചാരം എന്നെ സ്നേഹിക്കുന്നവരൊക്കെ, എൻ്റെ ചുറ്റിനുള്ള എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ ഫാമിലി, എൻ്റെ ലവ്ഡ് വൺസ് എല്ലാവരും എന്നെയാണ്, അവർക്ക് ഏറ്റവും പ്രയോറിറ്റി എന്നെയാണ്, ഞാൻ ഇല്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെയാണ്. പക്ഷെ വൺസ് നിങ്ങളത് റിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങളെ നിങ്ങളായിട്ട് അറിയാൻ ഈ ലോകത്ത് നിങ്ങളെക്കാൾ ആർക്കും പറ്റില്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സാധനമാണ് സെൽഫ് ലവ്. ആൻഡ് സെൽഫ് ലവ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണോ? ചെയ്ത് നോക്ക്. ഭയങ്കര എന്താ പറയുക, ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് ഉള്ള ഒരു കാര്യമാണ്. നിങ്ങൾ നിങ്ങളെക്കുറിച്ച് വീണ്ടും വീണ്ടും അറിയുന്നു. നിങ്ങൾ കുറച്ച് കാലം വരെ ഞാൻ എന്തെങ്കിലുമൊക്കെ കരഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്നെ കുറ്റപ്പെടുത്തും, ഞാൻ മോശമാണ്, ഞാൻ അതാണ്. പക്ഷെ ഇപ്പോൾ ഞാൻ എന്നെ കുറ്റപ്പെടുത്തില്ല. എനിക്ക് നെഗറ്റീവ് ഉണ്ടെങ്കിലും പോസിറ്റീവ് ഉണ്ടെങ്കിലും ഞാൻ അതിനെ അപ്രിഷിയേറ്റ് ചെയ്യുന്ന പോയിന്റിലാണ് ഇന്ന് ഞാൻ നിൽക്കുന്നത്. സോ ഇതേപോലത്തെ ഒരു പോയിന്റിൽ നിങ്ങളും എത്തണം. ആൻഡ് ലവ് യുവർ സെൽഫ്. നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുക, നിങ്ങളെ കെയർ ചെയ്യുക. ബിക്കോസ് അതിനേക്കാളും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ഈ ലോകത്ത് വേറെ ഒന്നുമില്ല.